കർമ്മദോഷങ്ങൾ പലപ്പോഴും എനിക്കുള്ള സംശയമാണ്. അപ്പം പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഞാൻ ചേട്ടനൊരു അടി തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ചേട്ടനെ മാനസികമായിട്ട് വിഷമിപ്പിക്കുകയാണെങ്കിൽ അത് ചേട്ടൻ്റെ കർമ്മഫലം കൊണ്ടാണ്. പക്ഷേ ഞാൻ ചേട്ടനെ മാനസികമായി വിഷമിപ്പിക്കുമ്പോൾ ഞാനൊരു കർമ്മഫലത്തിലേക്ക് പോകുന്നില്ലേ? ഇതിൻ്റെ ഒരു തിരിച്ചടി എനിക്കുണ്ടാവത്തില്ലേ? ഇതെങ്ങനെയാണ് ഈ കർമ്മഫലങ്ങൾ കറങ്ങി തിരിഞ്ഞു വരുന്നത്? അല്ലെങ്കിൽ ഈ സർക്കിളിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? കുറേ ആളുകൾ എൻ്റെ അടുത്തിട്ട് വന്നിട്ട് പൊതുവെ ചോദിക്കാറുള്ള കാര്യം അതെന്താ, നമ്മളിങ്ങനെയെല്ലാം ദ്രോഹിച്ചില്ലേ, നമ്മളെ ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തിയില്ലേ, നമ്മുടെ ലൈഫിൽ എത്രത്തോളം നഷ്ടങ്ങൾ വരുത്തി വെച്ചില്ലേ, നമ്മൾ വിശ്വസിച്ചവരല്ലേ നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്തത്, ഈ പെയിൻ തന്നിട്ട് പോയത്, അപ്പം അവരെങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? ആക്ച്വലി നമ്മൾ അവരെ എങ്ങനെ ബാധിക്കണം എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരാൾ ചതിക്കുകയോ പറ്റിക്കുകയോ വിശ്വാസവഞ്ചന കാണിക്കുകയോ വാക്ക് പാലിക്കാതിരിക്കുകയോ ചെയ്യുന്ന നിമിഷം മുതൽ നമ്മൾക്ക് ഉണ്ടാവുന്ന കുറേ ഡാമേജുകളുണ്ട് നമ്മുടെ ഉള്ളിൽ, മാനസികമായിട്ടും ശാരീരികമായിട്ടും. നമ്മളാകെ തളർന്നൊരവസ്ഥയായിരിക്കും, ആകെ ബുദ്ധിമുട്ടിയൊരവസ്ഥയായിരിക്കും. അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതല്ലാതെ അവരെ എങ്ങനെ നമുക്ക് തിരിച്ച് ദ്രോഹിക്കാം, അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെ നമുക്ക് പെയിൻ കൊടുക്കാം, ഇതല്ല. ഇതൊരു കാർമിക് സർക്കിൾ തുടങ്ങുന്ന ഒരു പോയിന്റാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി, ഞാൻ ആ വ്യക്തിയെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു, ഞാൻ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നു, ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വ്യക്തിയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പലപ്പോഴും നോ പറയുന്നത് പോലും ആ വ്യക്തി വളരാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിരിക്കുക. ഒരു ഉദാഹരണമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കുക. അതായത് ആ വ്യക്തി വിചാരിക്കുന്നതിനേക്കാളും വലുതാണ് ആ വ്യക്തിൻ്റെ ഉള്ളിൽ. എനിക്ക് പെട്ടെന്നൊരു നിമിഷം ഈ വ്യക്തിക്ക് തോന്നാം, പെട്ടെന്നൊരു നിമിഷം അങ്ങനെയല്ല, എനിക്ക് പുതിയൊരാളാണ് എനിക്ക് ബെറ്റർ, അല്ലെങ്കിൽ ഇത് എൻ്റെ ലൈഫിനെ മാറ്റിമറിക്കും, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഓഫറുകൾ തരുന്നുണ്ട്, ഒരു പക്ഷേ എൻ്റെ ജോലിയിൽ എനിക്ക് ഉന്നതമായ ലെവലിലോട്ട് പോവാം, അല്ലെങ്കിൽ വലിയൊരു നിലയിൽ എത്തിക്കാം, ഫിനാൻഷ്യലി ഇവർ നോക്കുമ്പോൾ അടിപൊളി നല്ലൊരു ലൈഫ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് ഒരു ചീറ്റിങ് സംഭവിക്കുക, അതിനിടയിൽ ഒരു ചീറ്റ് ചെയ്യപ്പെടാം. ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്താ പറഞ്ഞാൽ, അവരവരുടെ കാർമിക് സർക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടോ ചതിച്ചിട്ടോ പറ്റിച്ചിട്ടോ മറ്റൊരു എന്തൊരു കാര്യത്തിലോട്ടും, അതിപ്പോൾ ബിസിനസ് ആവട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, അച്ഛനും അമ്മയും മാതാപിതാക്കളാവട്ടെ, എന്താവട്ടെ, മറ്റൊരാളെ ഈ രീതിയിലുള്ള വേദന കൊടുത്തിട്ട് നമ്മൾ മറ്റൊരു ലൈഫിലോട്ട് പോകുമ്പോൾ അവർ സക്സസ് ആവും. ശരിക്കും എവിടെ വരെയാണെന്നുള്ളതാണ് ചോദ്യം. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മൾ ഒരാളെ പറ്റിച്ചിട്ട് നമ്മൾ മറ്റൊരു ലൈഫ് ചൂസ് ചെയ്ത് മറ്റൊരു മേഖലയിലൂടെ നമ്മൾ പോകാൻ ശ്രമിച്ചാൽ ചെല്ലുന്ന മേഖല വളരെ സക്സസ് ആവും. ഈ നെഗറ്റിവിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. നെഗറ്റിവിറ്റിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വളർത്തുന്നത്. നെഗറ്റിവിറ്റി നിലനിൽക്കില്ല എന്നുള്ള, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വളരെ നെഗറ്റീവ് ആളുകൾ വർഷങ്ങളോളം ജീവിക്കുന്നത്, വളരെ നെഗറ്റീവ് ആളുകൾ ബിസിനസ്സിലോട്ട് സക്സസ് ആവുന്നത്, അറ്റ് എ ടൈം എൻഡ് ഓഫ് ടൈമിൽ എന്ത് സംഭവിക്കുന്നതാണ് അവിടെ പ്രശ്നം. അതായത് നമ്മളെ പറ്റിച്ചിട്ടോ ചതിച്ചിട്ടോ മറ്റൊരാൾ മറ്റൊരു മേഖലയിലോട്ട് പോയി കഴിഞ്ഞാൽ അവരവിടെ വളരും. അവർ വിചാരിക്കുന്ന പോലെ അവർക്ക് നല്ല സുഖങ്ങൾ കിട്ടും, നല്ല സൗകര്യങ്ങൾ കിട്ടും, ഇവർക്കെല്ലാം കിട്ടും. പക്ഷേ ഇതെല്ലാം ഇവരെ ഉയരത്തിലോട്ട് കൊണ്ടുപോയി അടിയിൽ നിന്ന് മോളിൽ നിന്ന് താഴത്തോട്ട് ഒരു വീഴ്ചയുണ്ട്. ഇതാണ് ഈ കാർമിക് സർക്കിൾ എന്ന് പറയുന്നത്. അത് അവർ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളെ മാറ്റി നിർത്തിയതും നമ്മളെ ഒഴിവാക്കി നിർത്തിയതും അത് പ്രതീക്ഷിച്ചിട്ടാണ് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെടുന്നു മാത്രമല്ല, അവരെ അസലായിട്ട് പറ്റിക്കും അവര് മറ്റുള്ളവർ. അതായത് നമ്മളെ പറ്റിച്ചിട്ട് പോകുന്ന വ്യക്തികൾ ഇനി പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കാൻ കഴിവുള്ളവരുടെ അടുത്തോട്ട് അവർ ചെല്ലുന്നത്. ഈ കാർമിക് സർക്കിൾ ഇവർ കിടന്ന് വട്ടം കറങ്ങും. അതായത് നമുക്ക് ഒരു തരി പെയിനോ സങ്കടമോ ബുദ്ധിമുട്ടോ തന്നിട്ട് മറ്റൊരു ലൈഫിലോട്ട് പോയാൽ ഉറപ്പായിട്ട് രാഹുൽ, ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ടോപ്പിക് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിരുന്ന് പറയുന്ന എല്ലാ ടോപ്പിക്കിൻ്റെ അകത്തും പലപ്പോഴും പെയിനെ പറ്റിയിട്ട് നമ്മളെപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. ഒറ്റപ്പെടലുകൾ, പെയിൻ, എല്ലാത്തിനും പറ്റി. ഈ പെയിൻ അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരുടെ ലൈഫിലും ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ പെയിന്റെ ഏറ്റവും വലിയ കോർ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മനുഷ്യരായിരിക്കും. ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റിനും വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പെയിൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്നത്, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. നമ്മളെ എത്ര കണ്ടിട്ടാണെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മളെ പിടിച്ച് കുലുക്കി അതിൽ തന്നെ നിർത്തിപ്പോയി നമുക്ക് ആ പെയിൻ തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ചുറ്റുപാട്, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യർ, അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നത്. എന്നിട്ട് അവര് ഏറ്റവും നല്ല സുഖ സൗകര്യങ്ങളോടെ ജീവിക്കും. ഇത്രേ ഉള്ളൂ. ഒരിക്കൽ നമ്മളെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി പോയ ആളുകൾ ഒരിക്കൽ നമ്മൾ അനുഭവിച്ച, നമ്മളും കടന്നുപോയ മാനസികാവസ്ഥയുടെ ഇരട്ടി സങ്കടത്തിൽ അവരെത്തും. ആ സങ്കടം എവിടെ നിന്ന് ഉണ്ടാവണമെന്ന് അറിയാമോ? ഹൃദയത്തിൽ നിന്നായിരിക്കും. ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന വേദന നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല.
മറ്റ് നമ്മുടെ സങ്കടങ്ങളെ പോലെയല്ല. മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. നമ്മൾ ഒരാളുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് നമ്മൾ മറ്റൊന്ന് ചൂസ് ചെയ്താൽ ഉറപ്പായിട്ടും തകരും. നമ്മളത് ചെയ്യരുത്. നമുക്കിനി എത്ര വാഗ്ദാനങ്ങൾ കിട്ടിയാലും ഇനി എന്ത് കിട്ടിയാലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള. ഇത് ഈ കാർമിക് സർക്കിൾ എപ്പോഴും റിലേഷൻഷിപ്പ് ബേസിലാണ് ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. നമ്മുടെ പല വീഡിയോന്റെ അടിയിലും എനിക്ക് വരുന്ന പല കോളുകളും ചതിക്കപ്പെട്ടവരാണ്. ചതിക്കപ്പെട്ട മനുഷ്യരുടെ എണ്ണം കൂടുതലുള്ള സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഈ എല്ലാം ചതിക്കപ്പെട്ടവരാണ് എന്ന് പറയുന്നതെല്ലാം ഒരു തലത്തിൽ ചതിക്കപ്പെട്ടവർ തന്നെയാണോ? ഇത് അവർ വരുത്തി വെക്കുന്നതും കൂടെയല്ലേ? ആ വരുത്തി വെക്കുന്നത് നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥയല്ലേ ശരിക്കും? നമ്മുടെ ഒരു അവസ്ഥ കൊണ്ടല്ലേ നമ്മളത് വരുത്തി വെക്കുന്നത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, രാഹുലിന്റെ അടുത്തോട്ട് ഞാൻ വരാം, ഞാൻ വന്നിട്ട് രാഹുലിനെ എല്ലാ രീതിയിലും മെന്റലി സപ്പോർട്ട് ചെയ്യുന്നു, നന്നായിട്ട് കെയർ ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എനിക്കൊരു ഇന്റൻഷൻ ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് രാഹുലിനെ ഞാൻ ഒരു കുറേ നാൾ രാഹുലിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഞാൻ എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവസാനം ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുമ്പോൾ രാഹുൽ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകും, പാനിക്കായി പോകും. അല്ല, ഇതില് പല വിഭാഗങ്ങളല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കോ. ഇപ്പം ഇവര് ഓവർ കെയർ കൊടുത്ത് അല്ലെങ്കിൽ ഓവർ ഇറിറ്റേഷൻ ചെയ്ത് അങ്ങനെ ഇവരിൽ നിന്നും ഇത് ചെയ്തു പോകുമ്പോൾ അതൊരു ചതിക്കപ്പെട്ടവരായിട്ടായിരിക്കുന്നത് മറ്റൊരു കണക്ക്. അവര് ഓവർ സ്നേഹമാണ് കൊടുക്കുന്നത്. സ്നേഹം കൊടുക്കുന്നു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാ, അത് ഓവർ ആവുന്നു. ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാ സഹിക്കാൻ പറ്റാതെ മറ്റേ പോകുന്നത്. അപ്പം ഈ ഓവർ സ്നേഹം കൊടുത്ത ഒരാള് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും സ്നേഹം കൊടുത്തിട്ട് എന്താണ് നിലനിൽക്കാത്തത്, അല്ലെങ്കിൽ എന്നെ ഇട്ടിട്ട് പോയത് എന്നായിരിക്കും. വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എങ്കിൽ പോലും ഒരു ഭൂരിപക്ഷം അനുഭവങ്ങൾ എപ്പോഴും കാണുന്നത് ആളുകളെ സ്നേഹിച്ച് വഞ്ചിക്കുക, സ്നേഹം കൊടുത്ത് വഞ്ചിക്കുക. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. സ്നേഹമോ അറ്റാച്ച്മെന്റോ കെയറോ ഒന്നും കൊടുത്ത് നമ്മൾ വഞ്ചിക്കരുത്. ഞാൻ പറയട്ടെ, ഏതൊരാൾക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കേസ്, കപ്പിൾസാണ്, ഭാര്യയും ഭർത്താവുമാണ്. അതിനകത്ത് ഭർത്താവാണ് വിളിച്ചത്, പുള്ളിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതാണ് കാര്യം. അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊരു ഓപ്ഷൻ എടുക്കാൻ പറ്റും? ചതിക്ക എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മുടെ അവകാശമെന്നല്ല, നമുക്ക് അതിനുള്ള അവകാശം ഉണ്ട്. അത് അവകാശമില്ല നമുക്ക്, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാം. പ്രത്യേകിച്ച് അതിന് നിയമമായിട്ട് അതിന് പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു ബന്ധത്തിൽ നിൽക്കുന്ന സമയത്തോ, എന്ത് ബന്ധമാവട്ടെ, അതൊരു പാർട്ട്ണർഷിപ്പ് ആവട്ടെ, അതൊരു റിലേഷൻഷിപ്പ് ആവട്ടെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമുക്ക് ആ ആളോട് താല്പര്യമില്ല എന്ന് വരുന്നത് വളരെ സ്വാഭാവികമാണ്. ഇപ്പം ഞാൻ രാഹുൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് രാഹുലിന്റെ ചില ക്യാരക്ടറുകളും രാഹുലിന്റെ ചില സ്വഭാവങ്ങളും ഒരു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ അവിടെ എടുക്കേണ്ട സ്റ്റാൻഡ് എന്താ? ഞാൻ രാഹുലിനോട് പറയാന്നുള്ള, രാഹുലെ ഇത് ശരിയാവില്ല, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഈ സൗഹൃദത്തിൽ നിന്ന് എനിക്ക് പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് എനിക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞ് മാന്യമായിട്ട് പുറത്തു പോക്കൂടെ? അതെ, മാന്യത ഇല്ലാതെ കാണിച്ചാൽ ഇതെല്ലാം കർമ്മയല്ലേ? ഒരാളുടെ സങ്കടത്തിൽ നമ്മൾ ഇടവരാൻ പാടില്ല. കാരണം നമ്മൾ രാവിലെ മുതൽ എഴുന്നേറ്റ് ജോലി എടുത്ത് കഷ്ടപ്പെട്ട് എല്ലാം സഹിക്കുന്നത് സമാധാനമായി കിടന്ന് ഉറങ്ങാനാണ്. തീർച്ചയായും. ഈ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ചുറ്റും നമുക്ക് പലരും ചിന്തിക്കും ഇത് എവിടെ നിന്ന് ഈ വള്ളി തന്നെയാണ്. ഒരു ആവശ്യമില്ലാതെ ഇരിക്കുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം കയറി വന്ന് മാനസികമായി തകർത്ത് ഫിനാൻഷ്യൽ തകർത്ത് ആലോചിക്കുക. നമ്മുടെ സമാധാനത്തിന്റെ ഒരു പോയിന്റ് നമുക്ക് കട്ടായ ആ നിമിഷം മുതൽ നമ്മൾ ചെയ്യാൻ വെച്ചിരിക്കുന്ന ജോലികൾ കട്ടാവും, നമ്മുടെ അംബീഷൻസ് കട്ടാവും, നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളൽ വരും, നമുക്ക് വീട്ടിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റൂല. നമുക്ക് സമാധാനമായിട്ടിരുന്നു ഒന്ന് ആലോചിച്ചെങ്കിൽ ഒരു വ്യക്തി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടൊന്നും ഡാമേജാ, ആ വ്യക്തിയുടേതായ ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാവുന്നു. ന്യായങ്ങൾ ഉണ്ടാവട്ടെ, പറയാലോ, നിങ്ങൾക്ക് പറയാം. നിങ്ങളൊരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു പോകുന്നത്, ആ ബന്ധത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പുറത്തു പോകണം. പക്ഷെ പുറത്തു പോകുമ്പോൾ നമ്മൾ കാണിക്കേണ്ട മര്യാദ എന്ന് പറയുന്ന സാധനമുണ്ട്. മര്യാദ, അത് നമ്മളൊരു മനുഷ്യനോട് കാണിക്കേണ്ട ഒരു അറ്റ്ലീസ്റ്റ് മിനിമം കാണിക്കേണ്ട മര്യാദയാണ്. പറഞ്ഞിട്ട് പുറത്തു പോകും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഓക്കെ ആക്കിയിട്ട് പുറത്തിട്ട് പോകും. മനസ്സിലായോ? നിങ്ങൾക്ക് പുറത്തു പോയിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാലോ. ചതിക്കണമെങ്കിൽ ചതിക്കാം, പറ്റിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ആ വ്യക്തി നാളെ ഒരിക്കലും സൂയിസൈഡിലോട്ട് മറ്റെന്തെങ്കിലും അവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാൽ എത്രയോ ആളുകളാണ് അങ്ങനെ. ഒരു പക്ഷേ സ്നേഹം കൊടുത്തവരായിരിക്കാം ഏറ്റവും കൂടുതൽ മരിക്കുന്നത്. ചതിക്കണം, പറ്റിക്കണം എന്ന് വിചാരിക്കുന്നവനൊന്നും ഒരിക്കലും ഒരു പ്രശ്നം വരില്ല. കാരണം ഇവരൊന്നും ഇത് ബാധിക്കില്ലാന്ന്. എപ്പോഴും ഇമോഷണലി വീക്കായിട്ടുള്ള ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളാണ് പലപ്പോഴും സ്പിരിച്വാലിറ്റിയിലോട്ട് എത്തുന്നത്. അവർക്ക് ഇനി ഭൂമിയിൽ എനിക്ക് വിശ്വസിക്കാൻ ആരുമില്ല എന്നുള്ള തോന്നലും, ഇനി എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ള തോന്നലായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ സ്പിരിച്വലാവുന്നത്, ദൈവത്തോട് കണക്ട് ആവുന്നത്. കാരണം എന്നെ ഒരിക്കലും വഞ്ചിക്കില്ല, എന്നെ ഒരിക്കലും പറ്റിക്കില്ല, ചതിക്കില്ല എന്നുള്ള തോന്നലായിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയുള്ളവർക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? സ്പിരിച്വലി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവർ ഈ ഇമോഷൻസിനെല്ലാം കട്ടാവും. പിന്നീട് അവർക്ക് റിയലൈസേഷൻ വരും. ഇനി അവർക്ക് ഇമോഷൻ വരാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കും. അതായിരിക്കും ഒരു പക്ഷേ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും നല്ലൊരു പോയിന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്.
നമ്മൾ ഇതുവരെ അനുഭവിച്ച പെയിനുകളും നമ്മൾ ഇതുവരെ കടന്നുപോയ മാനസികാവസ്ഥയും നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളും നമ്മുടെ കണ്ണുനീരിൻ്റെ നനവും ഉപ്പും എല്ലാം നമ്മൾ സഹിച്ചിരുന്നിട്ട് നമ്മൾ സ്പിരിച്വാലിറ്റിയോട് പോയി കഴിയുമ്പോൾ ഇനി നമ്മളത് അനുഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം ഒരു വർഷം എടുക്കും. കാരണം ഇത് എൻ്റെ പോരായ്മകളാണ്. ഞാൻ ഒരാളുടെ സ്നേഹം പ്രതീക്ഷിക്കുന്നതും ഞാനൊരാളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നതും ഞാനൊരാളുടെ അറ്റൻഷൻ പ്രതീക്ഷിക്കുന്നതെല്ലാം എന്നിൽ അത് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ എൻ്റെ പാരൻസ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് തരാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇനി അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അതായിരിക്കും ഏറ്റവും നല്ല പോയിന്റ്. അങ്ങനെ വന്ന രാഹുല്, നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാനാണെങ്കിലും രാഹുലാണെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ ഇമോഷണലി ഡൗൺ ആയ നമ്മൾ പിന്നെ ഒന്നിനെ പറ്റി ചിന്തിക്കില്ല. നമ്മൾ ടോട്ടൽ കട്ടാവും. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്ന് പിന്നെ ആ മൂലയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യമായിരിക്കും നമ്മൾ നിയന്ത്രിക്കുന്നത്. ചിലപ്പോൾ ഡിപ്രഷനുള്ള മറ്റേ എന്തെങ്കിലും സൈക്കാട്രിക് മെഡിസിൻ കഴിച്ചിട്ടോ അല്ലെങ്കിൽ സൂയിസൈഡ് ടെൻഡൻസി കാണിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരോടും ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടോ ഒന്ന് ആലോചിച്ചെങ്കിൽ നമ്മളൊരാളെ ചതിക്കുമ്പോൾ നമുക്ക് കുറച്ച് സുഖം കിട്ടും. ഓക്കെ, ആ വ്യക്തി അനുഭവിക്കുന്ന എന്താ, പിന്നെ ആ വ്യക്തിക്ക് ഇനി ലോകത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല. വെറുപ്പായിരിക്കും, മൊത്തത്തിൽ എല്ലാവരും വെറുപ്പായിരിക്കും. ആരോടൊക്കെ ദൈവത്തോട് വെറുപ്പ്, മനുഷ്യരോട് വെറുപ്പ്, അച്ഛനമ്മയോട് വെറുപ്പ്, നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മളോട് വെറുപ്പ്, എല്ലാത്തിനും നമ്മളൊരു വല്ലാത്തൊരു അവസ്ഥയിലോട്ട് ഒരാളും നമ്മളെ കൂടി ഇട്ടിട്ട് പോയി കളയുന്നത്. അപ്പോൾ ഇതൊരു വലിയ കർമ്മയാണ്. നമ്മൾ ഒരാളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ നമ്മളെ ഇടയായാൽ നീണ്ട വർഷങ്ങൾ നമ്മൾ ഈ കണ്ണുനീരിന് നമ്മുടെ കണ്ണുനീര് വരില്ല. കാരണം എന്താ പറയുക, ഈ കണ്ണുനീരിന്ന് വരാൻ അനുവദിക്കില്ല. വേദന ഉള്ളിലായിരിക്കും അവർക്ക് മൊത്തം. ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. നമ്മൾ പലപ്പോഴും ഞാൻ ഈ കാർമിക് സർക്കിളിനെ ഗ്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും അവരോട് പറയുന്ന കാര്യം, ചെയ്യല്ലേ, ഇനി എന്ത് തരാമെന്ന് പറഞ്ഞാലും, ഇനി എന്ത് സുഖം തരാമെന്ന് പറഞ്ഞാലും, ഇനിയിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്ത് ഓഫർ വെച്ചാലും മറ്റൊരാളെ ചീറ്റ് ചെയ്യുന്നതോ മറ്റൊരാളെ ചതിക്കുന്നതോ മറ്റൊരാൾക്ക് പെയിൻ കൊടുക്കുന്നതോ കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിനൊന്ന് മറികടന്ന് നോക്ക്. അതെൻ്റെയാണ്, ഞാൻ ഒരിക്കലും ചീറ്റ് ചെയ്യില്ല, എൻ്റെ കൂടെയുള്ള എന്നൊന്ന് ചിന്തിച്ച് നോക്കി. എന്ത് മനോഹരമായിട്ട് തോന്നുന്നു. അവിടെ മുതൽ ബ്ലെസ്സിങ് കിട്ടും ആ റിലേഷൻഷിപ്പിന്. അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്നത് ഈ സാധനം. ഇപ്പോൾ ഒരു ബിസിനസ്സിലും സംഭവിക്കാം, ഇതൊരു പാർട്ണർഷിപ്പിലും സംഭവിക്കാം, ഇത് എവിടെ വേണമെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കാം. നമ്മളെപ്പോഴും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഒരു മലയുടെ മുകളിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് വരെ ഈ പരീക്ഷണങ്ങൾ നേരിടേണ്ടി. ബുദ്ധന് വന്നിട്ടില്ലേ? അതെ, എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മേഖലയോടെ കടന്നു പോകുമ്പോൾ ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണ്. പരീക്ഷണം എന്താ, നമ്മൾ സത്യസന്ധമായ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക, നമുക്കൊരു പക്ഷേ എക്സ്ട്രാ പൈസ കിട്ടാനുള്ള ഒരു ഓഫർ അവിടെ വരും. നമ്മളതിനെ മാറ്റി നിർത്തി, ഇതല്ല എൻ്റെ മേഖല, ഇതാണ്. ഇനിയിപ്പോൾ ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മറ്റൊരു ബന്ധം വരാം, അതല്ല, അങ്ങനെയല്ല, ഇതൊക്കെ വരുന്നതാണ്, ഇതൊക്കെ ഒരു പെട്ടെന്നുള്ള തോന്നലാണ് എന്ന് പറയാം. സൗഹൃദത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരാളെ ചതിക്കാൻ തോന്നും. എവിടെയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഈ തോട്ട്സ് വരും. നമുക്ക് ചതിക്കാം, ചീറ്റ് ചെയ്യാം, ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ലല്ലോ, ഇതൊക്കെ വളരെ നോർമൽ കാര്യമല്ലേ, ഇതൊക്കെ എൻ്റെ ലൈഫല്ലേ, എൻ്റെ ലൈഫിലേക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാമല്ലോ. അൾട്ടിമേറ്റ് അവസാനം നമ്മുടെ കണ്ണുനീര് കാണാൻ ഈ പറഞ്ഞ ആളുകളോ ഒരു പക്ഷെ നമ്മൾ പോലും ഉണ്ടായിന്ന് വരില്ല. വല്ലാത്തൊരു സിറ്റുവേഷൻ. ഒരിക്കലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ സഹായിച്ചില്ലെങ്കിലും ഒരിക്കലും മറ്റൊരാളുടെ കണ്ണുനീര് വീഴ്ത്താൻ നമ്മളെ ഇടയാക്കരുത്. ഇടയാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു രീതിയിലുമുള്ള വളർച്ചയോ ഒരു രീതിയിലുള്ള ഫിനാൻഷ്യൽ ഗ്രോത്തോ ഒരു രീതിയിലുള്ള സ്പിരിച്വാലിറ്റിയിലോട്ടോ നമ്മൾ എത്തില്ല. നമ്മുടെ ചക്ര അവിടെ ബ്ലോക്കായി കിടക്കും. എക്സ്ട്രീം ലെവലുള്ള ഇമോഷൻ നമ്മൾ അനുഭവിച്ച് അതിൻ്റെ പുറകെ വരുന്ന എല്ലാ ഇഷ്യൂസും നമ്മൾ അനുഭവിച്ച് കൊണ്ടുവരും. സുഖങ്ങളെല്ലാം കുറച്ച് നേരത്തേക്കുള്ളൂന്നേ, അങ്ങനെയല്ലേ? ചിന്തിച്ചു നോക്കി, വളരെ കുറച്ച് സമയത്തേക്കുള്ളൂ. അത് കഴിഞ്ഞാൽ മൊത്തം വരുന്ന ബന്ധങ്ങളാണ്, ഇമോഷൻസാ. നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എപ്പോഴും. അത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പണയം വെക്കുകയോ നമ്മളത് ഒരു ഫ്രോഡാണെന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയിപ്പിക്കുകയോ ചെയ്താൽ തീർന്നു.